ഈ മുറ്റത്ത് നിന്ന് ഷോ കാണിച്ചാലേ ചവിട്ടി കൂട്ടും ഞാൻ. വിളിച്ചോണ്ട് പോടി ഭർത്താവനെ, ഇല്ലെങ്കിൽ ഇവനെ പെറുക്കിക്കൊണ്ട് പോവാനേ ചാക്കും കൊണ്ട് വരേണ്ടി വരും. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല, തുടങ്ങുന്നേ ഉള്ളൂ. വാ ഹരീഷേ. അത് വല്യമാനും ഋതികയല്ലേ? ഈ ആനന്ദം പിള്ളേ, നമുക്കിട്ടി പണി തന്ന് നമ്മളെ എന്തിനാ അകറ്റി നിർത്തുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ദുബായ് പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ട് താണ്ടി വന്നത് എന്റെ ഭാഗ്യം. ദൈവമേ, അതൊന്നും ഇവരാരും അറിയരുതേ. ഓ, മിസൈൽ വന്നു വീണ്. അയ്യോ അയ്യോ, ഇവനാ നെറികെട്ട രൂപണിയുടെ തലതെറിച്ച മോനല്ലേ ഓന്തും കുഞ്ഞു. ഇവനെന്നാ ഈ പടക്കക്കട തുടങ്ങിയത്? കൊള്ളാലോ. ഭാര്യയും ഭർത്താവും കൂടെയാണോ പടക്കക്കച്ചവടം നടത്തുന്നത്? ഇൻഷാ അല്ലാഹ്, മരപ്പട്ടിക്കും മുള്ളം പന്നി കൂട്ട്. ഇതെന്താ ഇവിടെ എന്നാണോ വിഷു? അത് ആശാന്റെ പുന്നാര മോളും 1.5 മരുമോനുമാണ്. എന്താണ് ഇതൊക്കെ? നിന്റെ വീട്ടിൽ കത്തിക്കാൻ നിന്റെ തള്ള സമ്മതിക്കില്ലേ? ഈ വീടിപ്പം ഞങ്ങളുടെടാ. അതിന്റെ സന്തോഷ സൂചകമായിട്ടാ ഈ പടക്കം പൊട്ടിക്കലൊക്കെ. ഈ വക വെടിക്കെട്ടൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നിന്റെ വീട്ടിൽ പൊട്ടിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ നിൽക്കുന്നത്. ഞങ്ങള് നിന്നെ ഹരീഷിനൊന്നും പടിയടച്ച് പെണ്ണും വെച്ചിട്ടില്ല മോളെ. നിങ്ങളല്ലേ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നേ. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കണ്ട. 10 ദിവസത്തിനകം ഇറങ്ങണമെന്നാ കളക്ടറുടെ ഓർഡർ. നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാം. ഞങ്ങൾക്ക് അതേ ഉള്ളടാ, അഭിമാനവും അന്തസ്സും. അതൊന്നും ഇതുവരെ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. തന്ത്രപൂർണ്ണം ഇത് പെരിപ്പിക്കണം. അതിനെന്താ ഒരു കുബുദ്ധി? ഒന്ന് ഹെൽപ്പ് ചെയ്യ എന്റെ ഭഗവാനെ. എന്റെ ഹരീഷെ, നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ഒന്ന് പോ. ഞങ്ങൾ എങ്ങോട്ട് പോവാൻ? ഞങ്ങൾ കാലുകുത്തി നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താ. പണ്ടിതേ നിങ്ങളുടെ വീടിന്റെ മുറ്റം തന്നെയായിരുന്നു. ഒരു ദിവസം പോലും തെറ്റാതെ കൃത്യമായി വാടക തന്ന് ഞങ്ങൾ ഇവിടെ താമസിച്ചു. എന്നിട്ടും നിങ്ങൾ ഗുണ്ടായിസം കാണിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അതൊരുമാതിരി അപമാനിക്കുന്ന പണിയായിരുന്നു. ഞങ്ങൾ മനുഷ്യരല്ലേ? നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇല്ലെങ്കിലും ഞങ്ങൾക്കില്ലേടെ അഭിമാനം. അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടി എലിയെ ചുടാൻ ഇല്ലത്തിന് തീയിട്ടതുപോലെ ഈ വീട് വടിവാള് ഭാസ്കരനെ വിറ്റു. വടിവാള് ഭാസ്കരന്റേന്ന് 1 രൂപ പോലും അധിക ലാഭം കൊടുക്കാതെ ആ വീട് ഞങ്ങൾ അങ്ങ് വാങ്ങി. പിന്നെ നിന്റെ അമ്മയും അവനും നടത്തിയ ഗൂഢാലോചന കൊണ്ട് ആ വീട് ഞങ്ങൾക്ക് തരാൻ ഒരല്പം മടി കാണിച്ചു. തെറിക്കുത്തരം മുറിപ്പത്തല. അതുകൊണ്ട് അവൻ കാണിച്ച ഗുണ്ടായിസത്തിന് ഡബിളായിട്ട് ഞങ്ങൾ കാണിച്ച ഗുണ്ടായിസം. മകനെ, ചട്ടിയും കലവും ആകുമ്പം തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. നമ്മളൊക്കെ കുരുട്ട് പാലയ്ക്കാ പോലെ ഇരിക്കുകയാണെങ്കിലും ബന്ധുക്കളല്ലേ? ബന്ധുക്കളോ? അതൊക്കെ കഴിഞ്ഞൊരു കാറ്റിലങ്ങ് പറന്നുപോയി വല്യമ്മേ. ഇപ്പൊ ബദ്ധ ശത്രുക്കളാ. ഇനി മുതൽ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അല്ല, നീയും ഭാര്യയും കൂടി ഈ മുറ്റത്ത് വന്ന് പടക്കം പൊട്ടിച്ച് കളിക്കുന്ന എന്തിനാ? വസ്തു ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഭാസ്കരന്റെ അടുത്തുനിന്നല്ലേ? വാസ്തവത്തില് പരാതിക്കാരൻ അയാളല്ലേ? ഭാസ്കരൻ ഞങ്ങളുടെ ബിനാമിയാടാ. ഓഹോ,
അപ്പൊ ബിനാമിയെ വെച്ച് കളിച്ചത് ഞങ്ങളെ തോൽപ്പിക്കാനായിരുന്നല്ലേ? ആ കളി തോറ്റത് കൊണ്ടാണ് ഇപ്പൊ കളക്ടറെ വെച്ചുള്ള കളി. ആരാണ് ഇതിന്റെയൊക്കെ പിന്നില്? എന്തൊക്കെ ആയാലും നിന്റെ അമ്മയ്ക്കോ നിനക്കോ ഇത്രയും വലിയ സ്വാധീനം ഇല്ല. ഉണ്ടടാ. ഈ വീട് തിരിച്ച് ഞങ്ങളുടെ കയ്യിലാവുന്നവരെ ഞങ്ങൾ ഈ മത്സരം തുടർന്നുകൊണ്ടിരിക്കും. മത്സരം അങ്ങ് പടിക്ക് പുറത്തു നിന്ന് ഈ മുറ്റത്ത് നിന്ന് ഷോ കാണിച്ചാലേ ചവിട്ടി കൂട്ടും ഞാൻ. വിളിച്ചോണ്ട് പോടി ഭർത്താവനെ, ഇല്ലെങ്കിൽ ഇവനെ പെറുക്കിക്കൊണ്ട് പോനെ ചാക്കും കൊണ്ട് വരേണ്ടി വരും. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല, തുടങ്ങുന്നേ ഉള്ളൂ. വാ ഹരീഷേ. അവൻ പടക്കം പൊട്ടിക്കോ ബോംബ് പൊട്ടിക്കോ ചെയ്യട്ടെ, അതിന് നമുക്കെന്താ? അല്ല മോളെ, ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാധമ്മ ഒരു കാരണവശാലും ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച വീടാ അത്. അവിടെ നമ്മൾ തന്നെ താമസിക്കും. ശരി മോളെ. ഇതൊക്കെ ഒരു ന്യായമില്ലാത്ത കാര്യങ്ങളല്ലേ അവർ ചെയ്യുന്നത്. നമ്മൾ ഒരു കാരണവശാലും തോറ്റുകൊടുക്കില്ല. ആയിക്കോട്ടെ മോളെ. രാധമ്മ വേണമെങ്കിലില്ലേ അങ്കിളിന്റെ കയ്യിൽ ഫോണൊന്ന് കൊടുത്തേ. ശരി മോളെ. വേണുവേട്ടാ, വേണുവേട്ടാ. ആ എന്താടി? ദാ ഋതുമോളാ. ആ ഹലോ. ആ മോളെ. ആ അങ്കിളെ, ഈ കാര്യത്തില് ഇനി ടെൻഷനേ വേണ്ട. നാളെ രാജുവും ഞാനും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, ഉറപ്പ്. അങ്കിള് സമാധാനായിട്ടിരിക്കെ. മോളെ എന്താ മോളെ? അവിടെ ആ ഹരീഷും ശ്രീലക്ഷ്മിയും ചേർന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന്. ആ രുക്മിണിയുടെ മോനല്ലേ? അതല്ല, അതിലപ്പുറം ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ചെറിച്ച അമ്മയുടെ ഫോണിൽ നിന്ന് അച്ഛന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട കേട്ടോ. വെരി ഗുഡ് മോളെ, അത് നന്നായി. ഞാന് പേടിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെന്ത് പ്രയോജനം? ആ കസേരയിൽ ഇരുന്നത് കൊണ്ടാവാം അത് വിട്ടുകളയാനേ ഒരു മനസ്സ് വരുന്നില്ല. ഹോ, വല്ലാത്തൊരു മോഹം. മന്ത്രി കസേര അങ്ങനെയാ. അതിലൊരിക്കൽ ഇരുന്നാലേ പിന്നെ അവിടെ വിട്ടു പോരാൻ തോന്നില്ല. അള്ളി പിടിച്ചിരിക്കും, ഒരുമാതിരി അഡിക്ഷൻ പോലെ. എടാ, 10 ചുക്കാനുണ്ടാക്കാൻ ഇതിലും നല്ല മാർഗം വേറെയില്ല. ഏതവന്റെ കാല് പിടിച്ചിട്ടായിരുന്നാലും നമുക്ക് ഈ ഇലക്ഷനിൽ ഒരു സീറ്റിലെങ്കിലും മത്സരിക്കണം.